ഹായ്, മണി മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഫിൽറ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഇതൊരു എക്സാമ്പിളാണ്. നമ്മൾ നോർമലി സ്റ്റാർട്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകവും എക്സ്പെൻസും നമ്മൾ കാറ്റഗറി വൈസ് ആൻഡ് പേഴ്സണൽ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഓരോ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഓരോ അക്കൗണ്ട് നോക്കി നമുക്കിത് അറിയാൻ പറ്റും. അതായത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് ക്യാഷ് സെഗ്മെൻ്റ് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ലോണുണ്ട്. ഈ ഓരോ അക്കൗണ്ടിലേക്കും നമുക്ക് വന്ന എമൗണ്ടും പോയ എമൗണ്ടും ഓരോ അക്കൗണ്ടിൽ നിന്ന് ചിലവായതും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനുവേണ്ടി ട്രാൻസ്ഫർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഇതിലെ ഫിൽറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഇതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് കഴിഞ്ഞാൽ ജൂലൈ എന്നുള്ള മന്തിലെ ടോട്ടൽ ഇൻകം ആണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസ് 43,850, 90,000 ഇൻകം ആണ്. അതുപോലെ തന്നെ 90,000 താഴെ ഒരു 63,000 എന്നുള്ളത് ട്രാൻസ്ഫർ ഇന്നും 46,000 എന്നുള്ളത് ട്രാൻസ്ഫർ ഔട്ടുമാണ്. ഈ ട്രാൻസ്ഫർ ഇൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിലേക്ക് വന്നതും ട്രാൻസ്ഫർ ഔട്ട് എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് പോയ എമൗണ്ടുമാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഓൾ എന്നുള്ള ഡീസെലക്ട് ചെയ്തിട്ട് ഒരു അക്കൗണ്ടിനെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നോക്കാം. അതിനുവേണ്ടി ഇപ്പോൾ എക്സാമ്പിൾ സാലറി അക്കൗണ്ട് സെലക്ട് ചെയ്യുക. സാലറി അക്കൗണ്ടിൽ 65,000 കാണിക്കുന്നത് ഇൻകം ആണ്. അത് ബ്ലൂ കളറിലാണ്. അത് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 72% ആണ്. ഇൻകം അറിയാൻ ജസ്റ്റ് ഇൻകം എന്നുള്ള സെലക്ട് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് 60,000 ഇൻകം, സാലറി, അതുപോലെ തന്നെ ബോണസ് 5,000. ഇനി നമുക്ക് 65,000 ഇൻകം, അതുപോലെ 20,000 എക്സ്പെൻസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സാലറി അക്കൗണ്ടിൽ ഒരു 36,000 വേറെ അക്കൗണ്ട്സിലേക്ക് പോയിട്ടുണ്ട്, ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പെൻസ് അറിയാൻ ജസ്റ്റ് എക്സ്പെൻസ് എന്നുള്ളത് സെലക്ട് കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് എന്നുള്ളതിന് താഴെ ആദ്യം ഒരു കൾച്ചർ എന്ന് കാണിക്കുന്നുണ്ട്. ഒരു 1000 രൂപ സാലറി അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ്, പക്ഷേ ഈ മാസം 1,500 രൂപ ആയിട്ടുണ്ടെന്നാണ് ദിസ് മന്ത് കാണിക്കുന്നത്. അതുപോലെ ഇതിന് താഴെയുള്ള റെൻ്റ് ഉണ്ട്, ലോണിലേക്ക് അടച്ച ഇൻട്രസ്റ്റ് ഉണ്ട്, ലോണിലേക്ക് അടച്ച റീപേയ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനകത്ത് സാലറി അക്കൗണ്ടിൽ 0 ആണ്, പക്ഷേ ഈ മാസം 10,000 രൂപ ആയിട്ടുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും അക്കൗണ്ട്സ് ഉള്ള സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് സേവിങ് അക്കൗണ്ട് ജസ്റ്റ് നോക്കാം. സേവിങ് അക്കൗണ്ടിൽ ഒരു 25,000 ഇൻകം ആയിട്ട് വന്നിട്ടുണ്ട്, 23,000 എക്സ്പെൻസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സേവിങ് അക്കൗണ്ടിലേക്ക് വന്ന എമൗണ്ട് ഒരു 30,000 രൂപ, സേവിങ് അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ട്സിലേക്ക് പോയത് ഒരു 10,000 രൂപയാണ് ട്രാൻസ്ഫർ ഔട്ട് കാണിക്കുക. ഇനി സേവിങ് അക്കൗണ്ടിലെ എക്സ്പെൻസ് ജസ്റ്റ് അറിയാൻ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇതിലിപ്പം നമ്മൾ കൾച്ചറിൻ്റെ കാര്യം പറഞ്ഞു, കൾച്ചറിൽ സേവിങ് അക്കൗണ്ടിൽ നിന്ന് ഒരു 500 രൂപ പോയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഈ മാസം 1,500 രൂപ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോണിലേക്ക് സേവിങ് അക്കൗണ്ടിലേക്കൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് സേവിങ് അക്കൗണ്ടിൽ നിന്നാണ് ഒരു 10,000 രൂപ പോയിരിക്കുന്നത്. അതുപോലെ ലോൺ റീപേയ്മെൻറ്റ് 0 ആണ്, പക്ഷേ ഈ മാസം 7,000 രൂപ വേറെ അക്കൗണ്ടിൽ നിന്ന് അടച്ചിട്ടുണ്ടെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോ അക്കൗണ്ടിൽ നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ തന്നെ ഈ സേവിങ് അക്കൗണ്ട് മാത്രം നമുക്ക് മെയിൻ ട്രാൻസാക്ഷൻ പേജിൽ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ നമ്മുടെ മെയിൻ ട്രാൻസാക്ഷൻ എന്നുള്ള പേജിൽ ഈ സേവിങ് അക്കൗണ്ട് മാത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.